Welcome back to our channel Lazy Couple. It's me Terchi. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബിസിനസ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സർക്കാർ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ച സമയത്ത് നമുക്ക് ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗിന്റെ ബിസിനസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത്, ഇതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ അതിനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇത് ചെറിയൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് അറിയണ്ടേ, അതായത് ഈ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളും മെഷീനറീസും ഒക്കെ വേണം. അതൊക്കെ ഇറക്കുന്ന ഇന്ത്യയിലെ ടോപ്പസ്റ്റ് കമ്പനികളിലൊന്നായ മെക്കാർക്ക് ഇന്ത്യയുടെ ഓഫീസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, പിന്നെ എന്തൊക്കെ മെഷീനറീസ് വേണം, പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് തുടങ്ങാനും വലുതായിട്ട് തുടങ്ങാനും ഒക്കെ മെഷീനറീസ് എങ്ങനെയാണ്, നമ്മൾ ഇതിന്റെ ചെലവും കാര്യങ്ങളും എത്ര ചെലവാക്കണം, അതുപോലെ തന്നെ 1 കിലോ പേപ്പർ വെച്ചിട്ട് നമുക്ക് എത്ര പേപ്പർ ബാഗ് ഉണ്ടാക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇങ്ങനെ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ബേസിക് മുതൽ ടോപ്പസ്റ്റ് വരെയുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ബേസിക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ റോ മെറ്റീരിയൽസ് നോക്കാം. ഇതിൽ പേപ്പർ, ഹാൻഡില്, ഗമ്മ്, ഐലറ്റ്, പ്രിന്റ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണുള്ളത്. പേപ്പറിൽ തന്നെ പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വൈറ്റ് ക്രാഫ്റ്റ് പേപ്പർ ഉണ്ട്, പിന്നെ ഇമ്പോർട്ടഡ് പേപ്പർ, പിന്നെ കളർ പേപ്പർ, ഡ്യൂപ്ലെക്സ് പേപ്പർ, അങ്ങനത്തെ കുറെ ഐറ്റംസ് പേപ്പേഴ്സും സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പേപ്പർ ഇതൊക്കെ ആണ് കേട്ടോ. ഇതാണ് ബ്രൗൺ പേപ്പർ. ബ്രൗൺ പേപ്പർ എന്നത് 2 ഷെയ്ഡിലൊക്കെ ഉണ്ട് സംഭവം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒറ്റ കളർ പ്രിന്റ് ഒക്കെ വരും, കാണുന്നുണ്ടല്ലോ, ഒറ്റ കളർ പ്രിന്റേ വരുന്നുള്ളൂ. ഇതാണ് വൈറ്റ് ക്രാഫ്റ്റ് പേപ്പർ കേട്ടോ. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം, എന്താണോ വേണ്ടി അതൊക്കെ പ്രിന്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ആണെങ്കിൽ അതിലുള്ള ഫോട്ടോസോ മോഡൽസിൻ്റെതോ എല്ലാ സാധനവും പ്രിന്റ് ചെയ്യാൻ പറ്റിയ, എല്ലാ കളറിലും പ്രിന്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ വൈറ്റ് ക്രാഫ്റ്റ് പേപ്പർ. ഇതാണ് നമ്മൾ ഡ്യൂപ്ലെക്സ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ പേപ്പർ കേട്ടോ. ഇതും മൾട്ടി കളർ ആയിട്ടൊക്കെ പ്രിന്റ് ചെയ്യാം, മറ്റേ നമ്മളെ വൈറ്റ് ക്രാഫ്റ്റിന്റെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന് കുറച്ചുകൂടി കട്ടിയുണ്ട്, മറ്റേ കട്ടിയില്ല. ഇത് കുറച്ചുകൂടി കട്ടിയൊക്കെ നമ്മളെ ജ്വല്ലറിയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു കവറിന്റെ ഒരു കട്ടിയൊക്കെ ഉള്ള നല്ലൊരു പേപ്പറാണ്. പിന്നെ നമുക്ക് ഈ പേപ്പർ ബാഗിന് വേണ്ടിയത് ഹാൻഡിൽസ് ആണ്, കാരണം ഇങ്ങനെ കൈ തൂക്കി പിടിക്കണമല്ലോ. അപ്പൊ അതിനും ഇതാ വൈറ്റ് ക്രാഫ്റ്റിന്റെ ബ്രൗൺ ക്രാഫ്റ്റിന്റെ ഒക്കെ പേപ്പർ ഹാൻഡിൽസ് അവൈലബിൾ ആട്ടോ. പേപ്പർ ഹാൻഡിൽസ് ഒക്കെ ഉണ്ട്. പിന്നെയുള്ള ഹാൻഡിൽസ് ആണ് ഈ നൈലോൺ ഹാൻഡിൽസ് കേട്ടോ. അത് നമ്മുടെ ഷൂവിന്റെ അറ്റത്തൊക്കെ ഉള്ള സാധനം പോലത്തെ ഈ ടിപ്പിഡ് സാധനം വരുന്നിട്ടുള്ള ഹാൻഡിൽസ് ആണ്. പിന്നെ ഇതേപോലെ നൈലോൺ ഹാൻഡിൽസ് തന്നെ നമ്മൾ കെട്ടിടുന്ന ഹാൻഡിൽസും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെയാണ് ഹാൻഡിൽസിൽ വരുന്നത്. പിന്നെ നൈലോണിൽ നമുക്ക് കുറെ കളറൊക്കെ ഉണ്ടാവും, അങ്ങനെ മൾട്ടി കളറായിട്ട് നമ്മൾ പറയുന്ന കളറിലുണ്ടാവും ഹാൻഡിൽസ് ഒക്കെ. പിന്നെ ഈ പേപ്പർ ബാഗ് ഒക്കെ ഒട്ടിക്കണല്ലോ, അങ്ങനെ ഒട്ടിച്ചൊക്കെ കാണാനല്ലോ അതിന്റെ ഷേപ്പായി വരിക. അപ്പൊ അതിന് നമുക്ക് ഈ ഫെവിക്കോളിന്റെ പോലത്തെ ഗമ്മൊക്കെ ആണ് ആവശ്യം. പക്ഷെ ഫെവിക്കോളിനൊക്കെ നല്ല എക്സ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ചെലവൊക്കെ കുറഞ്ഞിട്ട് നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇങ്ങനത്തെ കുറെ ഗമ്മുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ പേപ്പർ ബാഗിൽ നമ്മൾ ഈ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇടല്ലോ. അപ്പൊ ആ ഹോൾസിന്റെ അടുത്ത് കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഐലറ്റുകളൊക്കെ യൂസ് ചെയ്യും. അപ്പൊ ഇതാ ഇങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ യൂസ് ആയിട്ട് വരുന്ന റിബറ്റുകളാണ് ഈ 3 കളറിൽ കാണുന്ന സാധനങ്ങൾ. ബ്ലാക്ക്, സിൽവർ, ഗോൾഡൻ, ഈ 3 കളറിലാണ് കോമൺ ആയിട്ട് മാർക്കറ്റിൽ എല്ലാവരും യൂസ് ചെയ്ത് പോകുന്ന ഐലറ്റുകൾ. പിന്നെ ഇത് വേറെ കുറെ കളേഴ്സിൽ അവൈലബിൾ ഒക്കെ ആണ് കേട്ടോ. അപ്പൊ കണ്ടോ, നമ്മൾ ഈ ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ഈ കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത ഒരു സംഭവമാണ്. ഇതാ ഇതുപോലെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐലറ്റ്, റിബറ്റ് എന്നൊക്കെ പറയുന്ന ഈ സംഭവം യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രിന്റ് ചെയ്യാന്നുള്ളതാണ് പേപ്പർ ബാഗിൽ. അപ്പൊ അത് നമ്മൾ ചെയ്യുക, ഈ മൾട്ടി കളർ പ്രിന്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഓഫ്സെറ്റ് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ചെയ്യുക. പിന്നെയുള്ള ഒരു പ്രിന്റിംഗ് ആണ് ഇത് നമുക്ക് ചെലവ് കുറഞ്ഞ ഒരു പ്രിന്റിംഗ് ആണ്, സ്ക്രീൻ പ്രിന്റിംഗ്. ഇത് കട്ട് കളേഴ്സിലാണ് ചെയ്യാൻ പറ്റും. പ്രിന്റിങ് നമുക്ക് വേണമെങ്കിൽ ഏത് പേപ്പറിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ ഈ സ്ക്രീൻ പ്രിന്റിങ് ഇങ്ങോട്ടും കട്ട് കളേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഓഫ്സെറ്റ് ഡിജിറ്റൽ പ്രിന്റിംഗ് എപ്പോഴും വൈറ്റ് ക്രാഫ്റ്റ് പേപ്പറിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നന്നാവുക. പിന്നെ നമ്മൾ സ്ക്രീൻ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന സ്ക്രീനാണ് കേട്ടത്. ഇതിൽ നമ്മൾ മറ്റേ ഇങ്ക് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീൻ പ്രിന്റിങ് ചെയ്യട്ടോ. പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ ഒരു അളവുണ്ട്. ഏകദേശം ഇപ്പോൾ ഈ ഒരു പേപ്പർ ബാഗ് പറയുകയാണെങ്കിൽ ഇതിന്റെ വീതിയും നീളും പിന്നെ ഈ സൈഡിലുള്ള വീതിയുണ്ട്, ഇതിന് സൈഡ് ഗസറ്റ് എന്ന് പറയുക. അപ്പൊ ഈ അളവുകളൊക്കെ വെച്ചിട്ടാണ് ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കുക. ഇതൊരു മീഡിയം സൈസ് ഉള്ള ബാഗാണ്. ഇതിനിപ്പോ അതാ ഇങ്ങനെ വീതി നീളമൊക്കെ വരിക എന്ന് വെച്ചാൽ ഇതാ ഇതിന്റെ ഒരു സൈസ്, ഈ ബാഗിന്റെ ഒരു സൈസ് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെ 10, ഇങ്ങനെ നീളം വരുന്ന സമയത്ത് ഇത് 13, പിന്നെ ഈ സൈഡ് ഗസറ്റ് 4, അങ്ങനെയാണ് ഇതിന്റെ വീതിയും നീളവും പിന്നെ സൈഡ് ഗസറ്റും വരുന്നത്. ഈ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാവാണ്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവിൽ പേപ്പർ കട്ട് ചെയ്യുക, അതായത് കട്ടിങ് വേസ്റ്റ് വരാതെ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കൂടി ഇതിന്റെ ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ.
അതെങ്ങനെ കട്ടിംഗ് വേസ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾ പേപ്പർ ബാഗിന് വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ബാഗിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10 വീതി 13 ലെങ്ത് പിന്നെ ഈ സൈഡ് ഗസറ്റ് 4. അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊരു പേപ്പർ ബാഗ് കട്ട് ചെയ്യാൻ എത്രയൊക്കെ വേണ്ടി വരും, പേപ്പർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു എക്സാമ്പിൾ കാണിച്ചത്. ഈ ബാഗിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 10 ഇവിടെ കണ്ടോ 4, ഈ ഭാഗം 10, ഇവിടെ 4. അപ്പോൾ 10ഉം 4ഉം 10, 4 28. അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് നമുക്ക് ഒട്ടിക്കാൻ കൂടി വേണം. അപ്പോൾ മൊത്തത്തിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അളവ് എന്ന് വെച്ചാൽ 29 ആണ്. 10 ഇവിടെ സൈഡിൽ 4, ഇവിടെ 10, ഇവിടെ 4, പിന്നെ 1 ഇഞ്ച് ഒട്ടിക്കാൻ. ഇങ്ങനെ നീളത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ 13 ഇഞ്ച്. പിന്നെ നമുക്ക് നൈലോണിന്റെ ഹാൻഡിലാണ് വരുന്നതെങ്കിൽ 1 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ 13 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കാൻ. പിന്നെ ഈ അടിഭാഗത്ത് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡ് ഗസറ്റ് ഉണ്ടല്ലോ, ഇത് 4 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ അധികമായിട്ട് വരാതൊക്കെ വേണ്ടിയിട്ട് അടിഭാഗം നമ്മൾ 3 ഇഞ്ച് എടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 3, 13, 1 ഇഞ്ച് നൈലോണിന്റെ ഹാൻഡിലാണെങ്കിൽ കേട്ടോ 1 ഇഞ്ച് മടക്കാൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1, 13, 14, 14, 3, 17 ഇഞ്ച് നമുക്ക് വരും. ഇങ്ങനെ നീളത്തിൽ നോക്കുന്ന സമയത്ത് മറ്റേത് 29, ഇത് 17. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു മീഡിയം സൈസിൽ വരും. അപ്പോൾ ഇതാ ഒരു ഡ്യൂപ്ലെക്സ് ഷീറ്റിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു സൈസിൽ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഷീറ്റാണിത്. ഇത് മൾട്ടി കളർ പ്രിന്റിൽ ചെയ്ത് വെച്ചൊരു പേപ്പർ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലുള്ള പേപ്പർ ഷീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു സൈസിലുള്ള പേപ്പർ ബാഗ് ഉണ്ടാക്കാം. ഇതിങ്ങനെ നോക്കിയാൽ 29 ഇഞ്ച് ഉണ്ടാവും, ഇങ്ങനെ നീളത്തിൽ 17 ഇഞ്ച് ഉണ്ടാവും. അതാണ് നമ്മളെ 10, 13, 4 ആ സൈസിലുള്ള പേപ്പർ ബാഗ്. ഇവിടുന്ന് കുറെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടില്ലേ, ഇതിലേക്കാണ് നമുക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യേണ്ടി കേട്ടോ. ഞാൻ പറഞ്ഞ സൈസാണ്. ഇത് 10, ഇത് 4, ഇത് 10, ഇത് 4. ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള 1 ഇഞ്ച്. ഇത് കണ്ടോ മുകളിലേക്ക് മടക്കി വെക്കാനുള്ള 1 ഇഞ്ച്. അതിലുള്ള ഈ വരകളൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഫോൾഡ് ചെയ്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ബാഗ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, സ്മോൾ സൈസിൽ, മീഡിയം സൈസിൽ, ലാർജ് സൈസിലൊക്കെ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫോർമാറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഈ മീഡിയം സൈസ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നതും ഇതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കസ്റ്റമർ വേറൊരു സൈസിലാണ് നിങ്ങളോട് പറയണമെങ്കിലും ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾക്ക് ഇതാ ഈ പേപ്പർ ഷീറ്റ് വെച്ചിട്ട് ഒരു പേപ്പർ ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു കേട്ടോ. ഇത് 29, 17 സൈസിലുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 10, 13, 4 സൈസിലുള്ള ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പോണേ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ 10, 4, 10, 4 എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സൈസ് ഉണ്ടല്ലോ, അതിങ്ങോട്ട് മടക്കിച്ച് ഈ 1 ഇഞ്ച് ഒട്ടിക്കേണ്ടതാണ്. അതെ, ഈ 10, 4, 10, 4 എന്നുള്ള കറക്റ്റ് സെൻറ്റർ മടക്കിച്ച് ഇങ്ങനെ ഒട്ടിക്കാൻ വെച്ചാൽ പുറത്തേക്ക് ഒട്ടിച്ചാൽ ഒരു വൃത്തികേടായി കൊടുക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ അത് ഒട്ടിക്കാം. നമ്മൾ ഈ 1 ഇഞ്ച് ഉള്ളിലേക്കാക്കി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ 4 ഇഞ്ച് നമ്മളെ സൈഡ് ഗസറ്റ് ഉണ്ടല്ലോ, ആ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ വേറെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ഏകദേശം ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സൈഡ് ഫോൾഡ് ചെയ്ത് ഇനി മറ്റേ സൈഡ് ഫോൾഡ് ചെയ്യാൻ ഈ ഫോൾഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മറ്റേ സൈഡിൽ നമുക്ക് 4 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ 2 സൈഡും 4 ഇഞ്ച് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഈ സെൻറ്ററിൽ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി നിൽക്കുന്ന ലെവലിൽ ഒന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇനിതാ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്താൽ സെൻറ്റർ ഭാഗവും നമ്മൾ ഫോൾഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അടിഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് അതിനല്ലേ പറഞ്ഞു. അപ്പോൾ ഇതാ ഒരു 3 ഇഞ്ച് വിടാം. പിന്നെ ഈ ഇവിടെ ഒരു ഫോൾഡിങ് വരും, അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3, 2 കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പെൻസിലുകൊണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്ത് കാണിച്ചു തരാണ്. ഇത് സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും ഒക്കെ ആയിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ മിഷനറീസ് അത്രയും ഫാസ്റ്റായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ മാർക്ക് ചെയ്യണമല്ലോ, അങ്ങനത്തെ ഒക്കെ കുറേ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിനോട് അപ്പോൾ നമുക്ക് മെഷീൻ ചെയ്ത് തരികയാണെങ്കിൽ കണ്ടോ ഫോൾഡിങ് മാർക്സ് ഒക്കെ കറക്റ്റായിട്ട് മെഷീൻ നമുക്ക് ചെയ്തു തരും. അപ്പോൾ അങ്ങനത്തെ മാർക്ക് ചെയ്ത് അളന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് മെഷീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇത് ഒട്ടിക്കേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഷീൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഉണ്ടാക്കുന്ന ബാഗ് എങ്ങനെയാണോ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ 2 ഇഞ്ചിലും 3 ഇഞ്ചിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ്
ജസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കാം മതി. പിന്നെ അത് അവിടെ ഒരു മാർക്ക് ഇട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഫോൾഡ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഇതാ. ഇവിടെ നമ്മൾ ഈ 3, 2, 5 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ 2 വിരൽ വെച്ചിട്ട് ഇവിടെ ഒരു വി ഷേപ്പിൽ നമുക്കൊരു സംഭവം കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇപ്പോൾ 2 സൈഡിലും ഇങ്ങനെ വി ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. പേപ്പർ ബാഗ് നമുക്ക് ഇങ്ങനെ കിട്ടിച്ച് നമ്മളിതാ ഈ സൈഡ് ഇങ്ങോട്ടോ പിന്നെ ഇതാ ഇവിടെ നിന്നോട്ടും ഇത് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും എടുത്ത് മടക്കാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും എടുത്ത് മടക്കാം. എന്നിട്ട് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ഒട്ടിക്കണം. നമുക്ക് ഈ 2 സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ ഒന്നായിട്ട് ഗം തേക്കണം കേട്ടോ. ഈ സൈഡിൽ കുറച്ച് നല്ലോണം ഇവിടെ ഒക്കെ തേക്കണം. ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് ഈ സൈഡ് ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ മാനുവലായി ചെയ്തുകൊണ്ടാട്ടോ നല്ല പവർ ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഇതൊക്കെ മെഷീൻസിലാണെങ്കിൽ ഈ പ്രസ്സിങ്ങും ഗമ്മതേക്കലും ഒട്ടിക്കലും ഒക്കെ മെഷീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ ബാഗിന് നമ്മൾ നൈലോണിൻ്റെ ഹാൻഡിലാണ് ഇടുന്നത്. അപ്പോൾ ഈ നൈലോണിൻ്റെ ഹാൻഡിൽ ഇടുമ്പോൾ നമ്മൾ 1 ഇഞ്ച് ഉള്ളോട്ട് മടക്കണം. അപ്പോൾ ഇത് 1 ഇഞ്ച് ഏകദേശം കണക്കാക്കിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതാ 1 ഇഞ്ച് നമുക്ക് ഉള്ളോട്ട് മടക്കട്ടോ. അപ്പോൾ അത് അത്രയും പെട്ടെന്ന് നമ്മളിതാ പേപ്പർ ബാഗ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇതാ പേപ്പർ ബാഗ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിന് ഹാൻഡിലൂടെ വെച്ചാൽ കിട്ടും. അപ്പോൾ ഇതാ ഈ പേപ്പർ ബാഗിന് ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മെഷീനിലാണെങ്കിൽ ഇത് മാർക്ക് ചെയ്ത് ഐലറ്റൊക്കെ ഇതിൽ ഓൾറെഡി ഫിക്സ് ആയിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഇതാ നമ്മൾ ഈ പേപ്പർ ബാഗിൻ്റെ ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ പേപ്പർ ബാഗിന് നമ്മൾ ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഹൈലൈറ്റ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഇതിലിടും കേട്ടോ. ഞാനാവുന്നിട്ടില്ല, ജസ്റ്റ് ഹാൻഡിൽ ഇട്ട് കാണിച്ചു തരാം. നമ്മൾ ഹാൻഡിൽ ഇടാൻ പാടില്ല. ഇത് മറ്റേ ടിപ്ഡ് ഹാൻഡിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് കെട്ടൊന്നും ഇടണ്ട, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ഹോൾസിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വന്നാൽ ഇത് ലോക്കായിട്ടോ. അതേപോലെ ഈ സൈഡും ചെയ്യാം. ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോക്ക്. അങ്ങനെ നമുക്ക് 2 ഹാൻഡിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ മാനുവലായിട്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വില എങ്ങനെയാണെന്ന് നിർണ്ണയിക്കുക. പിന്നെ 1 കിലോ പേപ്പർ വെച്ചിട്ട് നമ്മൾ എത്ര പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ മെഷീനറീസ് വെച്ചിട്ട് എങ്ങനെയാണ് പേപ്പർ ബാഗ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നല്ലൊരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. ഇനിയും നമുക്ക് വീഡിയോസ് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ട് തരുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലും പിന്നെ മെക്കാർക്ക് ഇന്ത്യയുടെ ചാനലിലും ഒക്കെ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൈനിങ് ഓഫ്.